നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ സ്നേഹതീരം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 2ാമത് വാർഷികവും കുടുംബസംഗമവും നടന്നു. അരൂർ 19-ാം വാർഡിൽ പീടികപ്പറമ്പിൽ മൈതാനിയിൽ ഒക്ടോബർ 6 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെ നടന്ന ആഘോഷ പരിപാടികളിൽ വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയകുമാരി ഉദ്ഘാടനം ചെയ്തു. കലാകായിക മത്സരങ്ങളും വിവിധ കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു. കടൽ തീരം കരയിലെ മണൽത്തരികളൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നത് അതാണ് കടൽ തീരം. പക്ഷെ ഇവിടെ ഒരു തീരമുണ്ട്. ജാതി മതഭേദമില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ സുന്ദരന്മാരായ ചുറുചുറുക്കുള്ള കുറച്ച് ചെറുപ്പക്കാരും അനുഭവ സമ്പത്തുള്ള കുറച്ച് ചേട്ടന്മാരും ചേർന്നുണ്ടാക്കിയ സംഘടന. അതാണ് സ്നേഹതീരം പുരുഷ സ്വയം സഹായ സംഘം. നന്മകൻ തൂമണം പാരിൽ പടർത്തുന്ന പൂമരമായെന്നെ മാറ്റിടണേ. വളരെ ലളിതമായ ഒരു വാർഷികാഘോഷം ചടങ്ങുകൾ നടത്തി. സംഘം സെക്രട്ടറി കെ ബാലസുബ്രഹ്മണ്യൻ സ്വാഗതം ആശംസിച്ചു. മറ്റുള്ള കുടുംബശ്രീയോ പുരുഷ സഹായ സംഘമോ ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെറിയ കാലയളവിനുള്ളിൽ ഒരു നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കിയെടുത്ത ഒരു സ്നേഹതീരം പുരുഷ സഹായ സംഘം അഭിമാനത്തിന് വക നൽകുന്ന കാര്യം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. പ്രസിഡന്റ് PG അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. രൂപീകരണം നടക്കുമ്പോൾ ശ്രീ CP പുരുഷോത്തമൻ്റെ വസതിയിൽ വെച്ചാണ് ഈ യോഗം സ്നേഹതീരം എന്നുള്ള പേരുണ്ടാക്കുകയും തീരുമാനിക്കുകയും രൂപീകരിക്കുകയും ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന 2 മെമ്പർമാരാണ് നമ്മുടെ ബ്ലോക്ക് മെമ്പർ വിജയകുമാർ ചേച്ചി. തുടക്കം മുതൽ ഇപ്പോൾ വരെ ഇനിയുള്ള കാലം വരെയും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. വൈകിട്ട് 5 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനം പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഏകദേശം 35 അയൽക്കൂട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ആദ്യ വർഷം തന്നെ നമ്മുടെ ആ മിറർ സ്ഥാപിച്ചത്. ഞാനിതിലെ കൂടി പോകുമ്പോൾ എല്ലാ ഓട്ടോ തൊഴിലാളികളും പറയും ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും ഇത് സ്നേഹതീരമെന്ന് പറഞ്ഞാൽ പുരുഷ അയൽക്കൂട്ടം ചെയ്ത് നന്മയാണെന്ന് പറയും. വരുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ അയൽക്കൂട്ടം പ്രയത്നിക്കുമെന്ന് പറഞ്ഞത് വളരെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. 2-3 പ്രാവശ്യം ഒരു വീട്ടിലെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു വീട്ടിൽ സ്കൂളിലെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് കുറച്ച് കുട്ടികൾ വന്നു. രാവിലെ മുതൽ അമ്മയും അച്ഛനും വിചാരിച്ചിരിക്കുന്നത് മക്കള് സ്കൂളിൽ പോയിരിക്കുകയാണ്, പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്പോർട്സിന് പോയിരിക്കുകയാണ്. പക്ഷെ മക്കൾ പോകുമ്പോൾ നമ്മുടെ വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കണം. അരൂർ പഞ്ചായത്ത് അംഗങ്ങളായ എലിസബത്ത് സേവ്യർ, ആശാ ഷിലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. സംഘം ഖജാൻജി PG സജീവൻ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് സംഘം കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഉണ്ടായിരുന്നു. കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് ഏദൻ അലക്സ് സമ്മാനദാനം നടത്തി. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.